ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് 2 പേര് ബാംഗ്ലൂർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പോണതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിലും കയറിയിട്ടുണ്ട്. ഇവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ബില്ലിടാൻ പിന്നെ ഒരു 10-15 മിനിറ്റ് വെറുതെ കളയണം. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കയറേണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദയവ് ഇത് ബ്ലോക്കൊന്നും കിട്ടരുതേന്ന്. പിന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തായാലും നമുക്കൊരു ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി, വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എയർപോർട്ട് എത്താറായിട്ടുണ്ട്. നല്ല വിശന്ന് കരിയുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക 12 മണിക്കാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് പാർക്കൊക്കെ ചെയ്തിട്ട് ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ സമാധാനമൊന്നും കിട്ടത്തില്ല. വരുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെയായിരിക്കും എത്തുക, ആളെങ്ങനെയായിരിക്കും വരിക എന്നൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ. അപ്പം ലാൻഡ് ചെയ്തപ്പോൾ നമ്മളൊന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ നടന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ഇവരും വെളിയിലോട്ട് നടന്നെത്തുമല്ലോ എന്ന്. നിങ്ങൾക്ക് കാണാമോ ആളാരാ വരുന്നതെന്ന്? ആ പെട്ടിയെ കുരുട്ടി വരുന്ന ആളിനെ കണ്ടോ? ഇവൻ ശരിക്കും അമ്മമ്മന്ന് വിളിച്ച് പോണത് ഇക്കടുത്തോട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ലാലിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് ബബുവിനെയും കൊണ്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രാവൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ എക്സൈറ്റ്മെന്റ് കാരണം അവൻ ഫുൾ എയർപോർട്ടിൽ കിടന്ന് ഓടിയിട്ട് അവളുടെ ഉപ്പാട് വരുത്തി എന്ന് പറഞ്ഞു കേട്ടോ. ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ പറയാം.